എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷായ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് പരിപ്പ് കറി, മൊളീഷ്യം അങ്ങനെയുള്ള കറികളുടെ കൂടെയൊക്കെ സൈഡായി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റാണ്. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ എരിവിനായി പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ എണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും മുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വീണ്ടും വേവിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് തക്കാളിയുടെ പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നടുവേ പിളർന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പതുക്കെ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടകളൊന്നും പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മുട്ടയുടെ മുകളിൽ ഈ മസാല ആവുന്നത് പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. മസാലയൊക്കെ മുട്ടയുടെ മുകളിലേക്കൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കിടക്കട്ടെ തീയിൽ. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. കുറച്ച് നേരം ഈ പാത്രത്തിൽ കിടന്ന് ഒന്ന് സെറ്റായി വരട്ടെ. നമുക്കത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.